ഭാരതമാതാവിനെ സംബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന വിവാദങ്ങൾ, ഗവർണറുടെ ഓഫീസിനകത്ത് ഒരു കാവിക്കുടി പിടിച്ച ഒരു സ്ത്രീ രൂപത്തിന് ഇന്ത്യയുടെ അയഥാർത്ഥമായൊരു ഭൂപടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ട് അതാണ് ഭാരതമാതാവ് എന്ന് ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയും അതിനെ വന്നിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ എന്ന ഒരു നിർദ്ദേശം ഭരണാധികാരി കൂടിയായിട്ടുള്ള ഗവർണർ മുന്നോട്ട് വെച്ചതിനെ തുടർന്ന് ഉണ്ടായ വിവാദങ്ങൾ. ചില രാജ്യങ്ങൾക്ക് അവരുടെ ജന്മഭൂമിയെ കാണുന്നത് പിതൃഭൂമിയായിട്ടാണ്, ഇന്ത്യ മാതൃഭൂമിയായിട്ടാണ് കാണുന്നത്. ജനനി ജന്മഭൂമിഷ്ഠ സർഗാതവികരീയസി എന്ന പഴയ രാമായണ ശ്ലോകത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ജന്മഭൂമിയെ ജനനിയായി കാണുന്ന ഒരു സങ്കല്പം വഴിയുണ്ട്. അത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ തത്വം എന്ന നിലയ്ക്ക് അത് അംഗീകൃതമായ ഒന്നല്ല എന്ന്, അത് സാങ്കല്പികമായ, പലപ്പോഴും നമുക്ക് രാഷ്ട്രത്തിനോടുള്ള ഒരു വൈകാരിക ആഭിമുഖ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് എന്നും ഏവർക്കും അറിയാം. അത് നിയമപരമായി അങ്ങനെ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്ന് അല്ല. ഈ സങ്കല്പം അതിനൊരു രൂപമൊക്കെ ഉണ്ടാവുന്നത് 1873 ഒരു നാടകത്തിലൂടെയാണ് ഭാരതമാതാവിൻ്റെ ഒരു സ്ത്രീ രൂപം അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിനു മുൻപ് 1866 19ാമത്തെ പുരാണം എന്ന പേരിൽ അല്പം സർക്കാറ്റിക്കായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുരാണം. ഈ പുരാണത്തിനാണ് ആദ്യമായി ഇന്ത്യയെ ആദിഭാരതി എന്നാണ് അതിൽ ഇന്ത്യയിലെ ഭാരതമാതാവ് എന്ന് പറയുന്നതിൻ്റെ സങ്കല്പം വരുന്നത്. പിന്നീടാണ് ഞാൻ നേരിട്ട് സൂചിപ്പിച്ച മണിക് ബാനർജിയുടെ നാടകത്തിൽ ഒരു ഭാരതമാതാവിൻ്റെ രൂപം വരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് നമുക്ക് ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ ഒരു ഭാരതത്തിനെ ഒരു സ്ത്രീ രൂപത്തിൽ ചിത്രീകരിക്കുന്ന എഴുത്തുണ്ട്. അതിൽ ദുർഗയായിട്ടാണ് ഇന്ത്യയിലെ ഭാരതമാതാവിനെ ആനന്ദമഠത്തിൽ ബങ്കിംചന്ദ്ര ചാറ്റർജി അവതരിപ്പിക്കുന്നത്. അത് തന്നെ 3 ഘട്ടങ്ങളായിട്ട് അതിൽ അവതരിപ്പിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളിൽ ഏറ്റവും ആക്രാമക സ്വഭാവമുള്ള ദുർഗയായിട്ട്, ശിവൻ്റെ മേൽ ചുടലയിലൊക്കെ നൃത്തം ചെയ്യുന്ന ദുർഗയായിട്ട് ഭാരതമാതാവിനെ സങ്കല്പിക്കുന്ന ഒന്ന് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനാണ്. ആ കാലഘട്ടത്തിൽ മാനവേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന അദ്ദേഹം വരച്ചിട്ടുള്ള ഭാരതമാതാവിൻ്റെ ഒരു സ്ത്രീ രൂപത്തിലൊരു ചിത്രവും നമുക്ക് ലഭ്യമാണ്. സുഗതാ ബോസ് എന്ന് പറയുന്നയാൾ ഇന്ത്യയിലെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഭാരതമാതാവിൻ്റെ സങ്കല്പത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ കവറായിട്ട് വരുന്നതും ഈ ചിത്രം തന്നെയാണ്. അതിലാണോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ പല പ്രസിദ്ധീകരണങ്ങളിലും ആ പടം വരികയും ചെയ്യും. കാവ്യവേഷം ധരിച്ചിട്ടുള്ള 4 കൈകളുള്ള പുസ്തകവും മാലയും നെൽക്കതിരും ഒക്കെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, പുറകിൽ നീല നിറത്തിലും വെള്ള നിറത്തിലുമുള്ള ഓറായുള്ള ശോഭയുള്ള ഒരു സ്ത്രീ രൂപമായി ഈ ഭാരതമാതാവിൻ്റെ രൂപം ചിത്രീകരിക്കപ്പെടും. ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഭാരതമാതാവിൻ്റെ രൂപം, അത് ചിത്രം, അത് RSSകാർ ഇന്ത്യയിലെ ദേശീയ പതാക ആകേണ്ടിയിരുന്നു എന്നവർ പറയുന്ന, ഭാഗവധ്വജം എന്നവർ പറയുന്ന കാവി നിറത്തിലുള്ള കൊടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭാരതമാതാവ്. ഇന്ത്യയുടെ ദേശീയ പതാകയല്ല, ത്രിവർണ്ണ കൊടിയല്ല അവരുടെ ഭാരതമാതാവിൻ്റെ കൈവശമുള്ളത്. അത് ഇന്ത്യയുടെ കൊടിയാകേണ്ടിയിരുന്നു എന്ന് അവർ പറയുന്നു. ഇന്ത്യയുടെ ഭരണഘടന മനുസ്മൃതിയാകേണ്ടിയിരുന്നുവെന്നും ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ കൊടിക്ക് പകരം കാവിക്കൊടിയാകേണ്ടിയിരുന്നുവെന്നും അവർ പറയുന്നു. ആ കാവിക്കൊടി പിടിച്ചുകൊണ്ട് ഒരു സിംഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം. ആ ഭാരതമാതാവ് നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ സങ്കല്പത്തിലുള്ള അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒപ്പമാണ് അത് നിൽക്കുക. അഖണ്ഡ ഭാരതമെന്ന് അവർ കരുതുന്നത് ഇന്ന് നമ്മൾ ഭൂമിശാസ്ത്രപരമായി അറിയുന്ന ഇന്ത്യ മാത്രമല്ല എന്നും, അതിനും അപ്പുറത്തേക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വരുന്ന ഇന്തോനേഷ്യയും സിംഗപ്പൂരും ഒക്കെ ഉൾപ്പെടെ വരുന്ന പ്രദേശം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഉൾപ്പെടെ വരുന്ന പ്രദേശം, ഇതൊക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു അഖണ്ഡ ഭാരത സങ്കല്പമാണ് അവർക്കുള്ളത് എന്നും, ആ അഖണ്ഡ ഭാരതത്തിൻ്റേതായി അവരവതരിപ്പിക്കുന്ന ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപമായിട്ടാണ് അവർ ഭാരതമാതാവിനെ ഭാരതമാതാവിനെ
ഭാരതമാതാവിൻ്റെ പേരിൽ നേരത്തെ ഇപ്പോൾ വേറെ ചില ക്ഷേത്രങ്ങൾ കൂടി വന്നിട്ടുണ്ട്. 1936 ബനാറസിലാണ് ആദ്യമായി ഭാരതമാതാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ടാവും. ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് മഹാത്മാഗാന്ധിയാണ്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു സ്ത്രീരൂപമോ മനുഷ്യരൂപമോ അല്ല, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ഭൂപടമാണ്. ഈ രാഷ്ട്രീയ ഭൂപടം ഒരു മാർബിളിൽ ചെയ്തിട്ടുള്ള ഒരു റിലീഫ് ശില്പമായി അവിടെ പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാരതമാതാവിൻ്റെ ക്ഷേത്രം ഇന്ത്യയിൽ ഉണ്ടാകുന്നത് 1983 കേദാർനാഥിലാണ് രണ്ടാമത്തെ ഈ ഭാരതമാതാവിൻ്റെ ക്ഷേത്രം. അത് സ്ഥാപിച്ചതാകട്ടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മുൻകൈ. അവിടെയുള്ളത് നമ്മൾ ഇന്ന് പറയുന്ന ഇവരുടെ ചിത്രങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഒരു സ്ത്രീരൂപത്തെയാണ് പ്രതിഷ്ഠയാക്കി വെച്ചത്. അതിനുശേഷം വീണ്ടും പല സ്ഥലങ്ങളിൽ അവരുടെ മുൻകൈയിൽ ഇത്തരത്തിലുള്ള ഒരു ഭാരതമാതാവിനെ സംബന്ധിച്ച സങ്കല്പം അവർ പ്രദർശിപ്പിക്കുക. ഭാരതത്തിൻ്റെ ദേശസങ്കല്പം എന്ന് പറയുന്നത് അതിനെ ഹൈന്ദവ മതവുമായി ബന്ധപ്പെടുത്തിയ, അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ചില മിത്തുകളുമായി ബന്ധപ്പെടുത്തിയ ഒരു രാഷ്ട്ര സ്വരൂപമായിട്ടാണ് അവരതിനെ അവതരിപ്പിക്കുന്നത്. ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ദേശാഭിമാനം പ്രചരിപ്പിക്കാനായി അവർ ശ്രമിക്കുന്നത്. ഗോൾവാൾക്കറിൻ്റെ അതല്ലെങ്കിൽ മതാധിഷ്ഠിതമായ ദേശരാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നവർ ഇന്ന് ശ്രമിക്കുന്നത് അത്തരമൊരു പ്രചരണം നടത്താനാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാം സ്വരൂപിച്ച ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന ഒന്നാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തിൽ ഇതുപോലെ മറ്റ് പല രാഷ്ട്രസങ്കല്പങ്ങൾ, ഇന്ത്യയുടെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ, ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ രാഷ്ട്രസങ്കല്പം 1947 ഉണ്ടായതിനു ശേഷം പിന്നെയും ചില മാറ്റങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. 47 ഇന്ത്യ ഉണ്ടാകുമ്പോൾ ഒരു പാകിസ്ഥാൻ ഉണ്ടായി. ഇന്ന് പാകിസ്ഥാൻ രണ്ടാണ് എന്ന് നമുക്കറിയാം. ഈ രണ്ടാമത്തെ പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശായി മാറി. മുൻപിൽ നിന്നുണ്ടായിരുന്നത് പോലെ അവരുടെ ദേശസങ്കല്പത്തിൽ ഇന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉൾപ്പെടുന്നു. 1947 ഇന്ത്യ ഉണ്ടാകുമ്പോൾ സിക്കിം ഒരു അർദ്ധ സ്വതന്ത്ര രാജ്യമായിരുന്നു. നമ്മൾക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ്. അതിന് നേപ്പാൾ സ്വതന്ത്ര രാജ്യമാണ്. സിക്കിമിൻ്റെയും ഭൂട്ടാൻ്റെയും വിദേശ നയം നിയന്ത്രിക്കുന്നത് ഇന്ത്യയായി. 1975 മുതൽ സിക്കിം ഇന്ത്യയുടെ ഭാഗം. അപ്പോൾ സിക്കിം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ അതിനെ സംബന്ധിച്ച് സിക്കിമിലും ആ കാലഘട്ടത്തിൽ പലരും പറയുന്നത് ഇന്ത്യ ബലം പ്രയോഗിച്ച് ഈ സിക്കിമിനെ അനക്സ് ചെയ്തു എന്നാണ്, പിടിച്ചിറക്കിയെന്നാണ്. അനക്സേഷൻ ഓഫ് സിക്കിം എന്നാണ്. ഈ അനക്സേഷൻ ഓഫ് സിക്കിം എന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അവരെ ജയിലിലാക്കാൻ മാത്രമുള്ള ഭരണകൂടത്തിൻ്റെ നടപടികളും ആ കാലഘട്ടത്തിൽ വരുമായി. അത് സിക്കിമിൻ്റെ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവരിൽ പലരും കരുതുന്നത് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ്. ഇപ്പോൾ നാഗാ നാഷണൽ ഫ്രണ്ട്, അതല്ലെങ്കിൽ മിസോറാമിലെ ആളുകൾ, മണിപ്പൂരിലെയും ത്രിപുരയിലെയും ഒക്കെ ചില ഗോത്ര വിഭാഗങ്ങൾ, ഇവരൊക്കെ കരുതുന്നത് യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ്. കാശ്മീരിൽ അത് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് കരുതുന്ന നിരവധി ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന ഈ ഭൂമിശാസ്ത്രപരമായ ഈ പ്രദേശത്തിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്ര സങ്കല്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകത്തിൽ ഇല്ലാതിരുന്ന രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗാസയിലെ യുദ്ധത്തെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച പ്രശ്നങ്ങളോട് ചൂണ്ടിക്കാണിക്കുക. ഗാസയിൽ യുദ്ധം നടത്തുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം 1948 വരെ അങ്ങനൊരു രാജ്യം ഭൂമുഖത്തില്ല. 1948 ഇന്ന് ഇസ്രയേൽ നിലനിൽക്കുന്ന പ്രദേശം പാലസ്തീനായി. അതിനു മുൻപ് ജൂതമതവിശ്വാസികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൂതന്മാർ പല വിഭാഗങ്ങളിൽ നിന്ന് വലിയ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് അടിച്ചമർത്തൽ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരുപക്ഷെ ലോകത്തിലെ ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് നാം മനസ്സിലാക്കും. വളരെ ചുരുക്കം രാജ്യങ്ങളിലെ അവർക്ക് ദൂതന്മാർക്ക് അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെയും അവരുടെ താല്പര്യപ്രകാരം ആണ് സയനിസ്റ്റുകൾക്ക് വേണ്ടി ഒരു മതരാഷ്ട്രം പാലസ്തീനിൽ ഉണ്ടാകുന്നത്.
ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന പലസ്തീൻ പ്രദേശം ഒന്നാം ലോക യുദ്ധം അവസാനിച്ചപ്പോൾ, ഓട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ബ്രിട്ടൻ്റെ ഒരു മാൻഡേറ്റായിട്ട് മാറുകയാണ്, ഒരു കോളനിയായി മാറുകയാണ്. ഇവിടെ സയനിസ്റ്റുകൾക്ക് വേണ്ടി ഒരു രാജ്യം സൃഷ്ടിക്കുകയാണ്. അന്ന് മഹാത്മാഗാന്ധി പറയും, ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യക്കാരുടേതായിരിക്കുന്നത്, ഇതുപോലെ പലസ്തീൻകാരുടേതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം അവിടെ കൃത്രിമമായി സ്ഥാപിക്കുന്നത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയും താല്പര്യപ്രകാരം പശ്ചിമേഷ്യയിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വിഭജിച്ച് അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കുകയായി. 1948 മെയ് മാസം 15 ഇപ്പോഴും പലസ്തീൻകാർ ആ ദിവസത്തിനെ നക്ബ എന്നാണ് വിളിക്കുക. കൊടിയ പാതകങ്ങൾ അരങ്ങേറിയ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആയുധങ്ങൾ ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തി ഈ പലസ്തീൻ മണ്ണിൽ സ്ഥാപിച്ച ഇസ്രായേൽ അന്നത്തെ ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാണിച്ച അതിരുകൾക്കും അപ്പുറത്തേക്ക് പലസ്തീൻ പ്രദേശങ്ങൾ പൂർണ്ണമായി കൈയാറി. അന്ന് 6 ലക്ഷത്തോളം പലസ്തീൻകാർ വിദേശങ്ങളിൽ അഭയം തേടുകയുണ്ടായിരുന്നു, അഭയാർത്ഥികളായി. അപ്പം അങ്ങനെയാണ് ഇല്ലാതിരുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുകാർ വെച്ച് പുലർത്തുന്ന സങ്കല്പം ഇന്നവരിരിക്കുന്ന ആ പ്രദേശം മാത്രം ഇസ്രായേലാണ് എന്നുള്ളതല്ല. സിറിയ, ഇറാഖ്, ഈജിപ്തിൻ്റെ ചില ഭാഗങ്ങൾ, സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ, ജോർദാൻ, ലെബനൻ, ഇത്രയും പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സങ്കല്പവുമായിട്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇസ്രായേലി സൈനികൻ്റെ ബാഡ്ജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടം ഈ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഭൂപടമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഇന്ത്യയിൽ അഖണ്ഡ ഭാരതത്തെ സംബന്ധിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്തോനേഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാരതത്തെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം ഇന്ത്യയിലെ വർഗീയവാദികൾ നിലനിർത്തുന്നത്, സമാനമായ വിധത്തിൽ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ സങ്കല്പം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചു. രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള, ദേശീയതയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾക്കകത്ത് ഈ പറയുന്നൊരു ഫ്ലൂയിഡിറ്റി, ഒരുതരം അമോർഫസായ ഒരു സ്ഥിതി, ഒരുതരം അവ്യവസ്ഥത ചിലരുടെ സങ്കല്പങ്ങളിലെങ്കിലും ഉണ്ട്. ഈ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കപടദേശീയതയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. കപടദേശീയത നമുക്കറിയാവുന്നതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പാകിസ്ഥാനിലേക്ക് നടത്തിയ ഇന്ത്യയുടെ ഒരു സൈനിക നടപടിയുടെ കാര്യങ്ങൾ ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരിതെറ്റുകളെ സംബന്ധിച്ച് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഈ ഭീകരാക്രമണം പാകിസ്ഥാനാണ് നടത്തിയത് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ മുൻകൈയിൽ ഇന്ത്യൻ സൈന്യത്തെ പാകിസ്ഥാനിലേക്ക് സൈനികാക്രമണം നടത്താൻ നിയോഗിക്കും. മുൻപ് ഉറിയിലും പുൽവാമയിലുമൊക്കെ സംഭവിച്ച ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിർത്തി കടന്നിട്ടുള്ള സാഹസിക പ്രവർത്തനങ്ങൾ പോലെ ഇപ്രാവശ്യം ഇന്ത്യ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ ആയി. ഇതേ തുടർന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഭ്രാന്തമായ ഒരുതരം കപട ദേശാഭിമാന ബോധം പ്രചരിപ്പിക്കപ്പെടുകയല്ലായി. ഒരു ദേശാഭിമാനം യുക്തിപൂർവമാകുന്നതും കപടമാകുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? എങ്ങനെയാണ് നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുക? ദേശം, ഒരു രാജ്യം, അത് ഉയർത്തിപ്പിടിക്കുന്ന സങ്കല്പങ്ങളുണ്ട് രാഷ്ട്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് നമ്മുടെ നൈതികത, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുക. അതിലാണ് ജനാധിപത്യം, സമത്വബോധം, അതല്ലെങ്കിൽ മതനിരപേക്ഷത, ഇതര മനുഷ്യരെ കൂടി, ഇതര ജീവജാലങ്ങളെ കൂടി സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി കാണാനുള്ള ഒരു മാനവികത. ഈ മാനവികത വെച്ചുകൊണ്ടാണ് പണ്ട് NP കൃഷ്ണവാര്യർ എഴുതിയിരുന്നത്, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ മുന്തിയിടുകയാണ് എന്ന്. ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിന് സമാനമായ ഒരു മാനവികതാബോധം നമുക്കുണ്ടെങ്കിൽ ആ മാനവികതാബോധത്തെയാണ് കൃഷ്ണവാര്യർ ഉയർത്തിപ്പിടിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ദേശീയ സങ്കല്പം. അതുകൊണ്ടാണ് പലസ്തീൻ, അറബി രാജ്യങ്ങൾക്ക് പുറത്ത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രൂപത്തിനെ ആദ്യം അംഗീകരിച്ച രാജ്യം ഇന്ത്യയായി.
ബന്ധുവും സമ്മേളനമെന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത് പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച അവിടെ നിന്നാണ്. ഇന്തോനേഷ്യയിലെ ബന്ധുങ്ങിലാണ് ആ സമ്മേളനം നടന്നത്. ഇന്ത്യയും ഈജിപ്തും യുഗോസ്ലാവിയയും ചൈനയും ഇങ്ങനെ 5 രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. അവർ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചു. ഈ പഞ്ചശീല തത്വങ്ങൾ പിന്നീട് പലരും ലംഘിക്കുകയുണ്ടായിട്ടുള്ളത് വേറെ കാര്യം. ആ പഞ്ചശീല തത്വങ്ങളിൽ ഒന്ന് ലോകത്തിലെ വിഭിന്ന രാജ്യങ്ങളെ, സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ സമന്മാരായി കാണുമെന്നുള്ളതാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയില്ല എന്നുള്ളതാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി അതിർത്തി തർക്കത്തിൻ്റെയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ വന്നാൽ അത് കൂടിയാലോചനകളിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ്. ഈ പഞ്ചശീല തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ ആ കാലഘട്ടത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത്. ഈ പഞ്ചശീല തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞിട്ട് അന്നൊരു സിംല കരാർ ഉണ്ടാകുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ്റെ രാഷ്ട്ര നേതാവായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സംഭാഷണത്തെ തുടർന്ന് ഒരു കരാറുണ്ടാകും. ഈ കരാറിനെയാണ് സിംല കരാർ എന്ന് വിളിക്കുന്നത്. ഈ സിംല കരാറിലെ പല വ്യവസ്ഥകളിൽ ഒരു കാര്യം അത് മുന്നോട്ട് വെച്ചിരുന്നത് കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കില്ല എന്നാണ്. കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ട്. ഈ തർക്കത്തിൽ മധ്യസ്ഥരെ ഇടപെടിപ്പിക്കില്ല എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരസ്പര ചർച്ചകളിലൂടെയേ അത് പരിഹരിക്കും, അതിലൂടെ മാത്രമാണ് അത് പരിഹരിക്കുക എന്നുമാണ് സിംല കരാർ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് സിംല കരാർ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നാണ്. സിംല കരാറിലെ ഉപാധികൾ, അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ തർക്കത്തിൽ മധ്യസ്ഥനായി ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും പാകിസ്ഥാൻ നിശബ്ദത കൊണ്ട് അതിനെ ശരിവെക്കുകയും ഇന്ത്യയുടെ അതിനോടുള്ള പ്രതികരണം ദുർബലമായി പോവുകയും ചെയ്തത് നമുക്കറിയാവുന്നു. കാശ്മീർ തർക്കങ്ങൾ അന്താരാഷ്ട്ര വേദികൾ, ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സ്ഥലങ്ങളിൽ അത് വീണ്ടും ഉയർത്തപ്പെടും എന്നുള്ളതും ഈ ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നൊരു കാര്യം. ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യ ഈ പഞ്ചശീല തത്വങ്ങളുടെ കാര്യമാണ്. 1959 തോന്നുന്നു, ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവാം, ഓർമ്മ ദശകം ഉണ്ടാവാം. ഇന്ത്യയും ചൈനയും നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ ഉൾപ്പെട്ട് ബന്ധുമിൽ സമ്മേളനം ചെയ്തത് പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചു. അപ്പോൾ ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ സങ്കല്പം അതിൽ നിന്ന് ഉയർന്നു വന്നത്. ഇന്ന് അത്തരമൊരു സങ്കല്പം ഇന്ത്യക്കില്ല എന്ന് നമുക്കറിയാം. സമസ്തബോധത്തെ സംബന്ധിച്ച് ഭിന്ന മതങ്ങൾ തമ്മിൽ അത് സമന്മാരാണ് എന്നൊരു സങ്കല്പം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളോ അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രസങ്കല്പത്തിലോ ഇല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധതയിലൂടെയാണ് ഇന്ത്യയുടെ രാഷ്ട്രസങ്കല്പം രൂപപ്പെട്ടത് എങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ കോർപ്പറേറ്റുകളുടെ മൂലധനത്തിന് ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങളെ, കാർഷിക വ്യാവസായിക മേഖലകളെ, ഉപഭോഗ മണ്ഡലങ്ങളെ ഇതിനെ മുഴുവൻ ചോർത്തിയെടുക്കാൻ, പൊള്ള ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നറിയാം. അതായത് ഇന്ത്യയുടെ രാഷ്ട്രസങ്കല്പം രൂപപ്പെട്ട സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കേവലമായി നിരാകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ദേശസ്നേഹം സാമ്രാജ്യത്വത്തിന് അനുകൂലമായ ഒരു ദേശസ്നേഹമാണ്, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരായൊരു ദേശസ്നേഹമാണ്. ഈ ദേശസ്നേഹത്തിൻ്റെ പേരിൽ മനുഷ്യരുടെ വസ്ത്രധാരണ രീതികൾ, ഭാഷയെ, അവരുടെ വൈവിധ്യങ്ങൾ, ആഹാരശീലങ്ങളെ, ഇതിനെയൊക്കെ കേവലമായി മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള പദ്ധതികൾ അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാഷ അത് പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. പ്രാകൃതമായ മൃതഭാഷയായി കണക്കാക്കപ്പെടുന്ന സംസ്കൃതത്തിന് വേണ്ടി പ്രാദേശിക ഭാഷകളെക്കാൾ കൂടുതൽ പണം വ്യയം ചെയ്തുകൊണ്ട് അത് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവർ രാഷ്ട്രത്തിന് വേണ്ടി ചില മത ചിഹ്നങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ചില മത ചിഹ്നങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക.
ഇപ്പോൾ നമ്മൾ ദേശാഭിമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. മുമ്പ് ദേശീയ പതാക ഉപയോഗിക്കാൻ ഇന്ത്യക്കാർക്ക് ചില പരിമിതികളുണ്ടായി. സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഗാന്ധി ജയന്തിക്കും എല്ലാ ഇന്ത്യക്കാർക്കും ദേശീയ പതാക ഉപയോഗിക്കാം. ദേശീയ പതാക ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ മാത്രമാണ് ഉയർത്തിയത്. സെക്രട്ടേറിയറ്റിന് മുകളിൽ ദേശീയ പതാക എല്ലായ്പ്പോഴും ഉണ്ടായി. ഇന്ന് അതല്ല. ദേശീയ പതാക ദേശസ്നേഹത്തിൻ്റെ ഒരു ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുകയും റെയിൽവേ സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളോ അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ തന്നെ അത് പ്രചരിപ്പിക്കുകയും യുദ്ധവും സൈനികതയുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾക്ക് ദേശസ്നേഹത്തിൻ്റെ പരിവേഷങ്ങൾ. ദേശസ്നേഹം വളർത്താൻ വേണ്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ചത് ഒരു യുദ്ധ ടാങ്കിൻ്റെ ഒരു ടാങ്ക് തന്നെയാണ് എന്ന് നമ്മൾ അറിയും. ദേശസ്നേഹം വളർത്താൻ വേണ്ടിയാണ് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പാറ്റൻ ടാങ്കായിരുന്നു മുമ്പോടെ ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഇന്ന് ഇന്ത്യയിലുള്ള അത്തരത്തിലുള്ള അർജുൻ ടാങ്ക് മാതിരിയുള്ള ടാങ്കുകളാണ് അവിടെ സ്ഥാപിച്ചത്. അതുപോലെ മറ്റ് ദേശീയ ചിഹ്നങ്ങൾ, പശു ഒരു ദേശീയ ചിഹ്നമായി മാറുക, പഞ്ചഗവ്യം ഏറ്റവും ആരാധ്യമായ ഒരു സാധനമായി മാറുക, ഗംഗാജലം എല്ലാവരിലേക്കും പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികൾ ഉണ്ടാക്കുക. ഇതിനുമപ്പുറത്തേക്ക് സ്ഥലനാമങ്ങൾ, ചരിത്രം ഇത് വലിയ തോതിൽ മാറ്റുക. അലഹബാദ് ഇന്നില്ല എന്ന് നമുക്കറിയാം. പകരമുള്ളത് പ്രയാഗരാജ. ചരിത്രത്തിനെ എഡിറ്റ് ചെയ്ത് ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ പുസ്തകങ്ങളിൽ ഇന്ത്യ ചരിത്രത്തിൽ മുഗളരുടേതായ ഒരു കാലം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ ദേശീയത, ദേശീയ ബോധം, ദേശീയതയുടെ സങ്കല്പം ഇതൊക്കെ മതാത്മകമായ മതചിഹ്നങ്ങളാൽ അലങ്കൃതമാക്കപ്പെട്ട ഒരു സംഗതിയായി മാറുകയാണ്. ഇത് ഇന്ത്യയുടെ വൈവിധ്യത്തിനെ ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണ്. 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് ടൈം എന്ന് പറയുന്നു, ന്യൂയോർക്ക് ടൈംസ് അല്ല, ടൈം, ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്ന ടൈം വാരികയുടെ മുഖചിത്രമായി നരേന്ദ്രമോദിയുടെ ഒരു പടം വരികയുണ്ട്. പടം മാത്രമല്ല, ഒരു ലേഖനവും അതിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേര് ദ ഡിവൈഡർ ഇൻ ചീഫ് എന്ന് ചോദിച്ചൊരു കൂട്ടിച്ചിഹ്നം കൊടുക്കുക. അതിൻ്റെ കവറിൽ വന്നിരുന്നത് മോദിയുടെ ചിത്രത്തോടൊപ്പം ദ ഡിവൈഡർ ഇൻ ചീഫ്. അതായത് ഉദ്ദേശിച്ചത് ഇന്ത്യ ശിഥിലീകരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കാനാണോ ശ്രമിക്കുന്നത് മോദി എന്നാണ് അതിൽ വിളകിയത്. അത് എഴുതിയിരുന്നത് ആദിഷ് തസീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അത് ഒരു പകുതി ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഈ ഒരു ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന പകുതി ഇന്ത്യൻ പൗരത്വം ഇന്ത്യ ഗവൺമെൻറ് എടുത്തുകളെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കൃത്രിമമായി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മോണോലിറ്റിക്കായ ഏകശിലാരൂപമായ ഒരു രാഷ്ട്രസങ്കല്പം രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെപ്പോലെ വൈവിധ്യപൂർണമായ ഒരു പ്രദേശത്ത് അത് സൃഷ്ടിക്കുക ശൈഥില്യമായി. തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ഉയർന്നു വരുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇത്തരത്തിലുള്ള സംഗതികൾ ഇന്ത്യയുടെ നിലവിലുള്ള ദേശസങ്കല്പത്തെ തന്നെ തകർത്ത് കളയാൻ പോകും. വാസ്തവത്തിൽ യുദ്ധത്തിൻ്റെ പേരിലാകട്ടെ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലാകട്ടെ ഒരു കൃത്രിമമായൊരു ശത്രുവിനെ സ്ഥാപിക്കുകയും ആ ശത്രുവിനെതിരായി പ്രവർത്തിക്കുന്നതാണ് ദേശീയതയും ദേശീയ ബോധവും എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദേശത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അതിനടിയിൽ സംഭവിക്കുക എന്ന് ലോകത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളുടെയും കൂടി അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കാണേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ. അപ്പോൾ ഇന്ത്യയിൽ ഭരണകൂടം പ്രചരിപ്പിക്കുന്ന ദേശീയതയും ദേശീയതാ സങ്കല്പവും ദേശാഭിമാനവും രാഷ്ട്രസങ്കല്പവും ഇന്ത്യ രൂപപ്പെടുത്തിയ, ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മൂല്യബോധത്തിൻ്റെ ഒക്കെ തന്നെ കേവലമായ ഒരു നിരാകരണമാണ് സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാം. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയതയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ചെറിയ പുസ്തകമുണ്ട്. ഇന്ത്യയുടെ ദേശീയത എന്നല്ല, നാഷണലിസം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ജപ്പാനിൽ പോയപ്പോൾ ദേശീയതയെ സംബന്ധിച്ച് നടത്തിയ 3 പ്രസംഗങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഊന്നി പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇന്ത്യക്കാർ അവരാഗ്രഹിക്കുന്ന ഇന്ത്യ കയ്യെത്തി പിടിക്കുന്നത് ഒരു നിശ്ചിത ഘട്ടത്തിലാണ്. ഏതാണ് ആ നിശ്ചിത ഘട്ടം? ലോകത്തിൽ മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന
ഒരു മാനവികതാ സങ്കല്പത്തെ നിരാകരിക്കുകയും എല്ലാത്തിനേക്കാളും ശരി, എല്ലാത്തിനേക്കാളും മികച്ചത്, എല്ലാത്തിനേക്കാളും മികവുറ്റത് തങ്ങളുടെ ദേശമാണ്, തങ്ങളുടെ രാഷ്ട്രമാണ് എന്ന ഒരു സങ്കുചിത ബോധം അവരിൽ ജനിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിനെ, ഈ സങ്കല്പത്തിനെ നിരാകരിക്കുമ്പോഴാണ് ഇന്ത്യക്കാർ അവരാഗ്രഹിക്കുന്ന യഥാർത്ഥ ഇന്ത്യ കണ്ടെത്തുന്നത് എന്ന് നാഷണലിസം എന്ന ഈ ലഘുഗ്രന്ഥത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ദേശത്തിന് മറ്റെല്ലാ മൂല്യങ്ങൾക്കും, മാനവികതയുടെ എല്ലാ മൂല്യങ്ങൾക്കും മുകളിൽ സങ്കുചിത ദേശീയതയെ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് അത് കപട ദേശീയതയാകുന്നത്. ആ ദേശാഭിമാനം ഉള്ളടക്കമില്ലാത്തതും അത് പരസ്പര വൈരത്തിനെ പോഷിപ്പിക്കുന്നതും മനുഷ്യനെ ഒന്നായി കാണാൻ വിസമ്മതിക്കുന്നതുമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ദേശീയതയെ സംബന്ധിച്ച്, കപട ദേശീയതയെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.